അല്ലെങ്കിലും പണ്ടേ എനിക്ക് എടുത്തുചാട്ടം കുറച്ച് കൂടുതലാണ്. അതെങ്ങനെ? പണ്ടേ എനിക്ക് കുറച്ച് കൂടുതലാണ്. എല്ലാതും ഞങ്ങൾ എന്താ കരുതിയെന്ന് അറിയാം, ഒക്കെ ഓളെ കുറുമ്പാവുന്നേ. പക്ഷേ എന്റെ കുട്ടി ഇത്ര വലുതായത് ഞങ്ങൾ കണ്ട് അറിഞ്ഞില്ല. ആയ കാലത്ത് തന്നെ ആളിച്ചും കൊഞ്ചിച്ചും വളർത്തിയതിന്റെ കോണാണ് ഇപ്പൊ ഞങ്ങൾ ഈ അനുഭവിക്കുന്നത്. ഇക്കടെ നിൽക്കാൻ വയ്യാത്തോണ്ടാണ് ഞാൻ ഇറങ്ങി പോകാം. ഇമ്മാക്കറിയാം അയാളെ പണി മാറ്റി വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഉപദ്രവിക്കുമ്പോ സത്യം പറഞ്ഞു അയാൾ കാണുന്നത് പോലും പേടിക്കണമ്മ. രാവിലെ പെരേന്ന് ഇറങ്ങി പോകുമ്പോഴേ എനിക്കൊരു ആശ്വാസം തോന്നും. ആ സമാധാനമല്ല പോയല്ലോ എന്ന് കരുതിയിട്ടു. പക്ഷെ വൈകുന്നേരം അയാൾ പണി മാറ്റി വരുമ്പോണ്ടല്ലോ ഇങ്ങനെ കൊണ്ട് പഴക്കും. വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അയാളെന്നെ നല്ല അടിക്കുമ്പ എന്തോരോ ഉപദ്രവിക്കുന്നമ്മ. ഇങ്ങോട്ട് നോക്കുമ്പോ എന്നെ അടിച്ച് ചെവിന്നോടെ നല്ല വേദന. ഇപ്പോൾ കൈയിന്റെ ഇവിടെ പരടിക്കും. എന്റെ നാവിക്കൊക്കെയാണ് അയാൾ ചവിട്ടണത്. വേദന സഹിക്കാൻ വയ്യാതെ എത്ര ഞാൻ അതിൻ്റെ ഉള്ളിൽ ആരോടും പറയണ്ട വെച്ചിട്ട് കൊറേ സഹിച്ചത്. പക്ഷെ അവിടെ പറ്റാനിട്ട് ഇറങ്ങി പോന്നപ്പോ എനിക്കവിടെ സുഖം കൊണ്ട് നിൽക്കാൻ പറ്റാനിട്ടിട്ടാണ് വാശി കൊടുക്കാൻ ഇറങ്ങി പോകുന്നതല്ല. ഇമ്മക്ക് ഇത്രയും ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായിട്ട് ഇമ്മക്ക് ആൾക്കാരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും, ഞാൻ ഇവിടെ വന്ന് നിൽക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെന്ത് കരുതിയിട്ടുള്ള മോശക്കാടാന്നുണ്ടെങ്കിൽ എനിക്ക് ഇമ്മനോടൊന്നും പറയാം. ഞാൻ പോയിക്കോളാം, ഞാൻ തിരിച്ചു പോയിക്കോളാം. പക്ഷെ എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ നാളെ ഒരാളോടും പറയരുത്. എന്റെ കുട്ടി ഒരു വാക്കിനോടും പറഞ്ഞില്ലല്ലോ, ഒരു വാക്കിനോട് പറയാന്നുണ്ടെങ്കിൽ എന്റെ കുട്ടിക്ക് ഞങ്ങളുടെ തിരിച്ചു പൊങ്ങിയതല്ലോ എന്നുള്ള അങ്ങനത്തെ ഒരു വാക്കുമ്പോ ആരോടും പറയരുത്. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പോയിക്കോളാം. നിങ്ങളെ അഭിമാന പ്രശ്നമല്ല, അതെല്ലാം നടന്നാണ്. ഞാൻ കാരണം നിങ്ങൾക്കത് നഷ്ടപ്പെടില്ല.